അയച്ചിട്ടില്ല. ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും. ആലമീൻ എന്ന് പറഞ്ഞാൽ ആലം 18,000 എന്ന് പഴയ ആളുകൾ പറയുന്നത് പോലെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആലം എണ്ണിയാൽ തീരാത്ത അത്ര വിശാലമാണ്. ആലമുൽ ഇൻസ്, ആലമുൽ ജിന്ന്, ആലമുൽ മലക്കൂത്ത്, ആലമുൽ ലാഹൂത്ത്, ആലമുൽ ഹാഹൂത്ത്, ഇങ്ങനെ ആലമുകൾ, എണ്ണിയാൽ തീരാത്ത ആലമുകളുണ്ട്. ആ ആലമുകളെ പരിഗണിച്ചുകൊണ്ടാണ് ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, മലക്കുകൾക്കും മറ്റു ലോകങ്ങൾക്കും കാരുണ്യവാനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാരുണ്യം അല്ലാഹു തആല നിബിതങ്ങളിലൂടെ മാത്രമാണ് പ്രപഞ്ചത്തിന് ദാനം ചെയ്യുന്നത്. അല്ലാഹു തആലയുടെ സിഫത്തുകളിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ 2 സിഫത്തുകളാണ് അർ റഹ്മാൻ, അർ റഹീം. അർ റഹ്മാൻ അത് റഹ്മത്തിൻ്റെ അർത്ഥപുഷ്ടിയോടെ വിശാലമായ കരുണ ചെയ്യുന്നവൻ, ആർക്കും കരുണ ചെയ്യുന്നവൻ, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും കരുണ ചെയ്യുന്നവൻ, ധാർമ്മിക മൂല്യങ്ങളെ അധിഷ്ഠിതപ്പെടുത്തി ജീവിക്കുന്നവനും ധാർമ്മികതകൾ മുഴുവനും മറികടന്നുകൊണ്ട് അധാർമികമായി ജീവിക്കുന്നവനും കരുണ ചെയ്യുന്നവൻ അല്ലാഹുവാണ്, അർ റഹ്മാൻ. പിന്നെ അള്ളാഹുവിൻ്റെ വെറൈറ്റി റഹ്മത്ത്, അതാണ് അർ റഹീം. ഈ ലോകത്ത് അനുസരണയോടെ, അച്ചടക്കത്തോടെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെയും ശരീഅത്തിൻ്റെയും വിധിവിലക്കുകൾ അനുസരിച്ച് നിർദ്ദിഷ്ട ജീവിതം നയിക്കുന്ന ആളുകൾക്ക് പാരത്രിക ലോകത്ത് അവർണ്ണനീയമായ അനുഗ്രഹം ചരിച്ചു കൊടുക്കുന്നവൻ അവനാണ് റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് രണ്ടിൻ്റെയും മാദ്ദ റഹ്മത്ത് എന്ന മാദ്ദയാണ്. ആ റഹ്മത്ത് എന്ന മാദ്ദയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും റഹ്മത്താൻ. അപ്പോൾ അർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഗുണവിശേഷണം അല്ലാഹു തആല നടപ്പിലാക്കുന്നത് ആരംഭപ്പൂവായ മുത്തുനബി തങ്ങളിലൂടെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹു മുഅ്തി ഇന്നമാ അന ഖാസിം വല്ലാഹു യുഅ്തി. ഇന്നമാ അന ഖാസിം, ഞാനാണ് വിളമ്പുന്നവൻ, ഞാനാണ് വിതരണം ചെയ്യുന്നവൻ. പക്ഷേ വിതരണം ചെയ്യാൻ എൻ്റെ കയ്യിൽ തരുന്നതാരാണ്? അല്ലാഹു യുഅ്തി. തരുന്നവൻ അല്ലാഹുവാൻ, വിതരണം ചെയ്യുന്നവൻ, വിളമ്പുന്നവൻ ഞാനാൻ. മാഷാ അല്ലാഹ്, എന്തൊരു ബന്ധമാണ്! കാരുണ്യത്തിൻ്റെ ഉത്ഭവം അള്ളാഹുവിൽ നിന്നാണ്. പക്ഷേ അത് അള്ളാഹു കൈമാറുന്നത് ഹബീബായ മുത്തനബി തങ്ങൾക്കാണ്. നമുക്ക് തരുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്നമാന ഖാസിം, ഞാൻ വിതരണം ചെയ്യുന്നവനാണ്, ഞാൻ വിതരണം ചെയ്യുന്നവൻ മാത്രമാണ്. എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല, എൻ്റെ കയ്യിൽ തരുന്നവൻ അല്ലാഹു യുഅ്തി, അവനാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു അബൂബക്കറിന് റഹ്മത്ത് ചൊരിയുന്നത് അല്ലാഹു തആല മുത്തുനബിയിലൂടെ അയാൾക്ക് നൽകുകയാണ്. ഇവിടെയുള്ളൊരു ഫാത്തിമായ്ക്ക്, ഇവിടെയുള്ള സൈനബായ്ക്ക് അനുഗ്രഹം ചൊരിക്കുന്നത് അല്ലാഹു തആല ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ഇവിടെ നിൽക്കുന്ന ചന്ദ്രൻ പിള്ളയ്ക്ക്, ഇവിടെ നിൽക്കുന്ന വർഗീസാറിന് അനുഗ്രഹം അല്ലാഹു തആല നൽകുന്നത് ആരംഭപ്പൂവായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ഇന്നമാ അന ഖാസിം വല്ലാഹു യുഅ്തി. എല്ലാവരിലും റഹ്മത്ത് എത്തിക്കുന്നവൻ ഞാനാണ്,
കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരുണ്ട് അബുൽ ഖാസിം. അബുൽ ഖാസിം, അതിന് ഖാസിം എന്ന മകൻ്റെ വാപ്പ എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തെക്കാൾ ബൃഹത്തായ മഅനയാണ് അബുൽ ഖാസിം, ഖിസ്മത്തിൻ്റെ വക്താവ്, വിതരണം ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെട്ട വക്താവ്. അതാണ് അബുൽ ഖാസിം. ലോകത്തിന് മുഴുവൻ അനുഗ്രഹം വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടയാൾ. അതുകൊണ്ട് നമുക്ക് റഹ്മത്ത് മുത്തുനബി തങ്ങളോട് ചോദിക്കാം, നമുക്ക് അള്ളാഹുവിനോടും ചോദിക്കാം. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞിട്ട് ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദിരിക്നാ യാ റസൂലല്ലാഹ്. ഞാൻ ഗതിമുട്ടിയവനാണ്, ഞാൻ വഴിമുട്ടിയവനാണ്, എനിക്ക് വേണ്ടതെല്ലാം തരണേ നബിയേ. അദിരിക്നാ യാ റസൂലല്ലാഹ്. യാ സയ്യിദസ്സാദാതി ജിഅ്തുക ഖാസിദ അർജൂ റിളാക വഅഹ്തമി ബിഹിമാക. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി, മഹാനായ മദ്ഹബിൻ്റെ ഇമാമായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യാ സയ്യിദസ്സാദാതി ജിഅ്തുക ഖാസിദാ. നബിയേ, അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ മുന്നിൽ ഞാനിതാ വന്നിരിക്കുന്നു നബിയേ. അർജൂ റിളാക, അങ്ങയുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് വന്നതാണ് നബിയേ. വാഹിത്തമീ, ഞാൻ കാവൽ ചോദിക്കുന്നു നബിയേ. ബിഹിമാക, അവിടുത്തെ കാവല് കൊണ്ട് എന്നെ കാക്കണേ നബിയേ. എല്ലാ കാരുണ്യവും അവിടുന്നാണ്, എല്ലാ കാവലും അവിടുന്നാണ്. മുജ്തഹിദാകുന്ന അഇമ്മത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സങ്കടം തീർക്കാൻ അയക്കപ്പെട്ടവരാണ്, നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ്, നമ്മുടെ പ്രതിസന്ധികൾ പരിഗണിച്ച് പരിഹാരം കാണാൻ അയക്കപ്പെട്ട നബിയാണ്. നബി തങ്ങൾ തന്നെ പറഞ്ഞു, അന സയ്യിദു ഉൽദി ആദം, അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികൾക്ക് മുഴുവനും സയ്യിദാൻ. എന്താണ് സയ്യിദിൻ്റെ മഅന? ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ മൽജഉ ഇലൈ ഇൻദൽ മസാഇബി വശദാഇദി, പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും വരുമ്പോൾ ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രം, അതാണ് സയ്യിദ്. പ്രയാസങ്ങൾ വരുമ്പോൾ യാ റസൂലല്ലാഹ്, പ്രതിസന്ധികൾ വരുമ്പോൾ യാ ഹബീബല്ലാഹ്, ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ ഉൻസുർനാ യാ റസൂലല്ലാഹ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ പറയണം, ലാ തഖൂലു റാഇനാ വഖൂലു ഉൻളുർനാ. നബിയോട് പറയൂ, എന്ത് പറയൂ? ഉൻളുർനാ, എന്നെ ഒന്ന് നോക്കണേ നബിയേ, എൻ്റെ കാര്യം പരിഗണിക്കണേ നബിയേ, എൻ്റെ കാര്യം ഗൗനിക്കണേ നബിയേ, എൻ്റെ പ്രയാസങ്ങൾ അറിയണേ നബിയേ, എനിക്ക് പരിഹാരം തരണേ നബിയേ എന്ന് നബി തങ്ങളോട് പറയൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. ലാ തഖൂലു റാഇന, അതബില്ലാതെ പറഞ്ഞു കളയരുത്, എൻ്റെ കാര്യം നോക്കണം.
എന്ന് പറഞ്ഞു കളയരുത്. നല്ല ബഹുമാനമുള്ള പദം, സ്നേഹമുള്ള പദം, കാരുണ്യമുള്ള പദം, ആ പദം ഉപയോഗിക്കണം. ഉൻളുർനാ ലാ തഖൂലു റാഇനാ, അതബില്ലാതെ എന്നെ ഗൗനിക്കണം, എന്നെ ശ്രദ്ധിക്കണം എന്നൊന്നും നബി തങ്ങളോട് പറയരുത്. വഖൂലൂ, നബിയോട് പറയണേ, ഉൻളുർനാ, ഞങ്ങളെ ഒന്ന് നോക്കണേ നബിയേ. നോക്കണേ എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് വാപ്പ പറയുമല്ലോ, മോനെ നിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് ഗുരുക്കന്മാർ പറയുമല്ലോ. അതിനേക്കാൾ എത്രയോ സമ്പൂർണമായ ആശയ ഗാംഭീര്യമാണ് ഉൻളുർനാ, ഞങ്ങളെ നോക്കണേ നബിയേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെയൊന്ന് ഗൗനിക്കണേ നബിയേ, ഞങ്ങളെ പ്രശ്നം പരിഹരിക്കണേ നബിയേ. എല്ലാവരുടെ പ്രശ്നവും പരിഹരിക്കുന്ന ഹബീബ്, എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കുന്ന ഹബീബ്. ഓ സഹോദരന്മാരെ, വേദന കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ വിളിക്കൂ യാ റസൂലല്ലാഹ്. കടം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ, മഴയില്ലാതെ വരുമ്പോൾ, സന്തോഷമില്ലാതെ വരുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ വിളിക്കൂ യാ റസൂലല്ലാഹ്. ഉമ്മമാരെ, പ്രസവ വേദന വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, മരണത്തോട് മല്ലടിക്കുമ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശമാണ് യാ റസൂലല്ലാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോയപ്പോൾ കാലിൻ്റെ ഞരമ്പ് പിടച്ചു, അവിടെ കുത്തിയിരുന്നു, നടക്കാൻ വയ്യാതെ ഇരുന്നു. വേദന കൊണ്ട് പിടയുന്നത് കണ്ടപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ഉൻളുർ അഹബ്ബൻ നാസി ഇലൈക്, നിങ്ങൾ എന്തേ വേദന കൊണ്ട് പിടഞ്ഞിട്ട് നാമൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുത്തുനബിയെ വിളിക്കൂ. മഹാനവർകൾ വിളിച്ചു, ആ മുഹമ്മദാ, ഓ എൻ്റെ മുഹമ്മദ് നബിയേ, ഒരൊറ്റ വിളി. ഫങ്കശഫത്ത്, ആ ഞരമ്പ് വേദന ആ സമയം മാറിക്കിട്ടി, ആ കാല് കടച്ചിൽ ആ സമയം മാറിക്കിട്ടി, ആ വേദന ആ സമയം മാറിക്കിട്ടി. ഇമാം ബുഖാരി തങ്ങൾ തൻ്റെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്നു. ഇമാം നബവി റളിയല്ലാഹു അൻഹു തൻ്റെ അദ്കാറിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്നു. അദ്കാറിൽ ഹദീസ് ഉദ്ധരിച്ചെടുത്ത് പറയുന്നു, കാല് വേദനിച്ചാൽ ചൊല്ലേണ്ട ദിക്ർ എന്നാ പറഞ്ഞേക്കുന്നേ. വേദന വരുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ വാ മുഹമ്മദാ, യാ മുഹമ്മദ്, അങ്ങനെയും റിവായത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതാണ് സഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ, വേദന വരുമ്പോൾ യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. അതല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നാട് മുഴുവൻ രോഗം കൊണ്ട് പ്രതിസന്ധിയിലായപ്പോൾ, രോഗം കൊണ്ട് പകർച്ചവ്യാധി കൊണ്ട് വീർപ്പുമുട്ടിയപ്പോൾ നാട് മുഴുവൻ ഒരു സമയത്ത് ഓതാനും പാടാനും ഏൽപ്പിച്ചതാണ് മങ്കൂസ് മൗലിദ്. ആ മൗലിദ് കൃത്യമായി പാരായണം ചെയ്തപ്പോ ഒരു നാട് മുഴുവൻ വ്യാപിച്ചു കിടന്ന മാറാവ്യാധി രോഗം മാറിക്കിട്ടി. സുബ്ഹാനല്ലാഹ്. അതാണ് അന സയ്യിദു ഉൽദി ആദം. ആദം മക്കൾക്ക് മുഴുവനും ഏത് പ്രയാസ സമയത്തും ഏത് പ്രതിസന്ധി സമയത്തും എന്നെ വിളിക്കാം. അങ്ങനെ വിളിക്കപ്പെടുന്ന ആളിൻ്റെ പേരാണ് സയ്യിദ്. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ. ഓ നബിയേ, അവിടുത്തേക്കാണ് ഞങ്ങൾ വരുന്നത്, അവിടുത്തേക്കാണ് ഞങ്ങൾ ഓടിയെത്തുന്നത്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. തങ്ങളെ അള്ളാഹു അയച്ചത് ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനാണ്, ഞങ്ങളുടെ പ്രയാസങ്ങൾ കേൾക്കാനാണ്, അതിന് പരിഹാരം കാണാനാണ്.
വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. ഞങ്ങൾ എങ്ങോട്ടോടാനാണ്? അങ്ങയുടെ അടുക്കലേക്കല്ലാതെ ഞങ്ങൾ എങ്ങോട്ടോടാനാണ്? ഞങ്ങൾ എങ്ങോട്ട് വരാനാണ്? എങ്ങും ഓടാനില്ല, എങ്ങും വരാനില്ല. പാപം ചെയ്തു പോയാൽ തങ്ങളുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ഓടി വരേണ്ടത്. അങ്ങനെ വരണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. വലൗ അന്നഹും ഇല്ലലമോ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. മഴയില്ലാത്തപ്പോൾ ഓടിവരിക മാത്രമല്ല, കാല് വേദനിക്കുമ്പോൾ വിളിച്ചു പറയാൻ മാത്രമല്ല, പ്രസവവേദന വരുമ്പോൾ വിളിച്ചു പറയുക മാത്രമല്ല, ആത്മീയമായ ലോകത്ത് പടച്ച റബ്ബിനോട് തെറ്റ് ചെയ്തു പോയാൽ മാപ്പ് ചെയ്യാൻ കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ മാപ്പ് കിട്ടാനുള്ള കുറുക്ക് വഴി അല്ലാഹു തന്നെ പഠിപ്പിച്ചു തരുന്നു. വലൗ അന്നഹും ഇല്ലലമോ അൻഫുസഹും. ആ ജനങ്ങൾ അവരുടെ ശരീരങ്ങളോട് തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിന് മാപ്പ് കിട്ടാൻ എന്തു വേണം? ജാഊക, അവർ തങ്ങളുടെ മുന്നിൽ വരട്ടെ. തെറ്റ് ചെയ്തു പോയവർ മാപ്പ് കിട്ടാൻ വേണ്ടി തങ്ങളുടെ മുന്നിൽ വരട്ടെ. ഇത് ബിദ്അത്തുകാർക്ക് സുഖിക്കില്ല. ഇത് അള്ളാഹു പഠിപ്പിച്ചതാണ്. അള്ളാഹു നബിയെ ഇത്രമാത്രം സ്നേഹിക്കണമോ എന്ന് അസൂയപ്പെട്ട് അത് പാടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് മുജാഹിദ് ബിദ്അത്തുകാര്. അള്ളാഹു പറയുന്നു, നീ പാപം ചെയ്തെങ്കിൽ, നീ തെറ്റ് ചെയ്തെങ്കിൽ, നീ വ്യഭിചരിച്ചു പോയെങ്കിൽ, നീ മദ്യപിച്ചു പോയെങ്കിൽ, നീ കൊലപാതകം നടത്തിപ്പോയെങ്കിൽ നിനക്ക് മാപ്പ് കിട്ടാനൊരു കുറുക്ക് വഴിയുണ്ട്. ജാഊക, അവർ തങ്ങളുടെ മുന്നിൽ വരട്ടെ. തങ്ങളല്ലേ അവരുടെ സയ്യിദ്, തങ്ങളല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ. അതുകൊണ്ട് ആലമിലുള്ള മുഴുവനും കാരുണ്യം കിട്ടാൻ തങ്ങളുടെ മുന്നിൽ വരട്ടെ. തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ, അവിടെ വെച്ചുകൊണ്ട് യജമാനനായ റബ്ബിനോട് മാപ്പ് ചോദിക്കട്ടെ. തങ്ങളുടെ സാന്നിധ്യം ഇജാബത്തിന് ഉപകരിക്കുന്നതാണ്. തങ്ങളുടെ മജ്ലിസ് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസാണ്. മൗലിദ് ഓതുന്ന മജ്ലിസ് ഇജാബത്തിൻ്റെ മജ്ലിസാണ്. സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസ് ഇജാബത്തിൻ്റെ മജ്ലിസാണ്. കടുത്ത പ്രയാസങ്ങൾ വരുമ്പോൾ 1000 സ്വലാത്ത് നേർച്ചയാക്കി പരിശുദ്ധ റൗളാ ശരീഫ് മനസ്സിൽ കണ്ട് മുത്തുനബിയുമായി മുഖാമുഖം നിന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്ന മാനസിക സാന്നിധ്യത്തോടെ 1000 സ്വലാത്ത് ചൊല്ലി അങ്ങ് ദുആയിരുന്നാൽ നമ്മുടെ പ്രയാസങ്ങൾ അവിടുത്തെ കാരുണ്യം കൊണ്ട് അല്ലാഹു നമുക്ക് മാറ്റിത്തരും. ഇങ്ങനെ പാപം ചെയ്തവരോട് അല്ലാഹു പറയുകയാണ്, ജാഊക. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം ജാ എന്താണ് അർത്ഥം? വന്നു. ജാഊക, അവര് തങ്ങളുടെ അടുക്കൽ വരണം. പാപം ചെയ്തവർ അവിടെ വരട്ടെ. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വെച്ച് അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. പോരാ, വസ്തഗ്ഫറ ലഹുമുർ റസൂലു. ഇത് മൗലിദ് കിതാബല്ല. ഇതേതെങ്കിലും സമസ്ത പണ്ഡിതന്മാർ എഴുതി വെച്ച എന്തെങ്കിലും പ്രസ്താവനകളല്ല. ഇത് ലോക നിയന്താവായ അല്ലാഹു അവൻ്റെ ഖുർആനിൽ പറഞ്ഞതാണ്. വസ്തഗ്ഫറ, പൊറുക്കലിനെ തേടട്ടെ. ലഹും, ആ പാപികൾക്ക് വേണ്ടി. അർ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിൻ്റെ മുന്നിൽ വന്നിരുന്ന് കരയുന്ന പാപിക്ക് വേണ്ടി, മുത്തുനബിയുടെ അരികിൽ വന്നിരുന്ന് സങ്കടപ്പെടുന്ന പാപിക്ക് വേണ്ടി തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. റെക്കമെൻഡ് എന്ന് കേൾക്കുമ്പോൾ
ശിർക്ക് ഓടി വരുന്ന കുറെ ആളുകളുണ്ട്. അവന് ഈ സ്നേഹപ്രപഞ്ചത്തിലോ ഈ മഹബത്തിന്റെ ലോകത്തോ യാതൊരു വിലയും നിലയുമില്ല. അവൻ ആ മഹബത്തിൽ നിന്ന് ഔട്ടാണ്. ഔട്ടായാലോ കുല്ലുഹും ഫിന്നാർ, അത് മുഴുവനും നരകത്തിലുമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം എത്ര ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ അല്ലാഹു സ്നേഹിച്ച മുത്തുനബിയെ സ്നേഹിക്കാൻ നമ്മുടെ ഖൽബിൽ ഹുബ്ബിട്ട് തന്ന അല്ലാഹു എത്ര കരുണയാണ്, അനുഗ്രഹമാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പാപികൾക്ക് മാപ്പ് തരാനുള്ള ഒരു ഇടത്താവളമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളുടെ സമീപത്തേക്ക് സഹാബാക്കൾ ഓടി വരുമായിരുന്നു. കൊലപാതകങ്ങൾ നടത്തിപ്പോയ സഹാബാക്കൾ മുത്തുനബിൻ്റെ അരികിൽ വന്ന് സങ്കടം പറയുമായിരുന്നു. വ്യഭിചരിച്ചു പോയ സഹാബത്ത് ബഹുമാനപ്പെട്ട മാഇസ് റളിയല്ലാഹു അൻഹു, മാഇസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യഭിചാരം ആരും കണ്ടുപിടിച്ചതല്ല. മാഇസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യഭിചാരം പോലീസുകാർ പൊക്കിയെടുത്തതല്ല. മാഇസ് റളിയല്ലാഹു അൻഹുവിന് ഒരു ദുർനിമിഷത്തിൽ അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചു പോയി. വാവിട്ട് നിലവിളിച്ച് റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് പറയുകയാണ്, ഹുദ്ദനീ യാ റസൂലല്ലാഹ്, എന്നെ ഹദ്ദടിക്കണം നബിയേ, എനിക്ക് മാപ്പ് തരണം നബിയേ, ഞാൻ കടുത്ത പാപം ചെയ്തിട്ട് വരികയാണ് റസൂലേ. അങ്ങനെ പാപം ചെയ്തവർ ഓടി വന്ന് സങ്കടം പറയുന്ന മുത്തുനബി, ബഹുമാനപ്പെട്ട അബുൽ അസ്ർ എന്ന സഹാബി ഈത്തപ്പഴക്കടയിൽ ഈത്തപ്പഴ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വാങ്ങാൻ വേണ്ടി വരുന്ന പെൺകുട്ടി, സുമുഖിയും സുന്ദരിയുമായ പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഒന്ന് കബളിപ്പിക്കാനുള്ള ഒരു ദുരാഗ്രഹം മനസ്സിൽ കടന്നുകൂടി. അവളോട് പറഞ്ഞു, മോളെ, നല്ല ഈത്തപ്പഴങ്ങൾ എൻ്റെ ഗോഡൗണിലുണ്ട്, നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞ് ആ നിഷ്കളങ്കയായ ആ പെൺകുട്ടിയെ ഗോഡൗണിലേക്ക് കടത്തിവിട്ട് ഓടിക്കയറി കതകടയ്ക്കാൻ ഒരുങ്ങുന്ന ബഹുമാനപ്പെട്ട സഹാബിയോട് ആ തഖ്വയുള്ള പെൺകുട്ടി നിലവിളിച്ചു. അവൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇത്തഖില്ലാ, പടച്ചവനെ പേടിക്കണേ അബുൽ അസ്റേ, ഞാനും നിങ്ങളും മാത്രമാണെന്ന് കരുതരുത്. ഖാലിഖായ റബ്ബ് ഇവിടെയുണ്ട്, ഖാലിഖായ റബ്ബ് ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞാനുമായി ഒരു തെറ്റും ചെയ്യാൻ ഒരുങ്ങരുതെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ സമയത്ത് ഹൃദയം പടച്ച് നിലവിളിക്കാൻ തുടങ്ങി ആ സഹാബി. മഹാനവർകൾ കതക് തുറന്ന് വലിച്ചെറിഞ്ഞിട്ട് അതാ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഓടുന്നു. വലൗ അന്നഹും ഇല്ലലമൂ അൻഫുസഹും ജാഊക, തങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അവിടൊന്നും ചെയ്തില്ല, ആ കുട്ടിയെ തൊട്ടതുപോലുമില്ല. പക്ഷേ ഒരു അന്യ സ്ത്രീയും ഒരു പുരുഷനും ഒരു റൂമിൽ ഒറ്റപ്പെടുക എന്നത് ഹറാമാണ്. ഖൽവത്ത്, അജ്നബിയായ പുരുഷനും അജ്നബിയത്തായ പെണ്ണും തമ്മിൽ ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കൽ ഹറാമാണ്. അത് പല തെറ്റിലേക്കും എത്തിക്കും, പല ഹറാമിലേക്കും എത്തിക്കും. അതുകൊണ്ടത് സൂക്ഷിക്കണം. അത് ഹറാമാക്കിയ പരിശുദ്ധ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ജാഊക, ഓടി വന്നുകൊണ്ട് തൗബ ചെയ്യുന്നു. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നു. എന്നിട്ട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. ഇനി ഇതുവരെയുള്ള പാപങ്ങളെല്ലാം പുറത്തു. ഇനി നിങ്ങൾ തെറ്റ് വരാതിരിക്കാൻ
നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. നിസ്കാരം ഭയഭക്തിയോടെ നിർവഹിക്കുന്ന ഒരാൾ പാപത്തിലേക്ക് പോവുകയില്ല. ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത, ഭക്തിപൂർവമായ നിസ്കാരം, ശരിയായ നിസ്കാരം, തൻഹാ, ആ നിസ്കാരം തടയും, നിസ്കരിക്കുന്നവനെ ആ നിസ്കാരം തടയും. അനിൽ ഫഹ്ശാ, എല്ലാ മോശമായ ദുരാഗ്രഹങ്ങൾ, ദുസ്വഭാവങ്ങൾ, ദുർവൃത്തികൾ, അതിൽ നിന്നെല്ലാം അവനെ തടഞ്ഞു നിർത്തും യഥാർത്ഥ നിസ്കാരം. വൽ മുൻകർ, ശറഇൽ നിരോധിക്കപ്പെട്ട കൊലപാതകം, വ്യഭിചാരം, മദ്യപാനം ഒന്നും ചെയ്യാതെ ശുദ്ധനായ ജീവിതം നയിക്കാൻ അവൻ്റെ നിസ്കാരം അവന് ഉപകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. ആ നിസ്കാരം നിസ്കരിക്കണം, അത് മുടങ്ങരുത്. അഖിമിസ്സലാത്ത തുറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ സ്നേഹപ്രപഞ്ചം ആരംഭിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനുള്ളവർ എത്രയും വേഗം ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്താം. അവിടെ ഇങ്ങനെ ഒഴിയുന്ന സീറ്റനുസരിച്ച് കൈകാര്യം ചെയ്യാം. നിങ്ങളൊക്കെ കഴിച്ചിട്ടൊന്നിരിക്കാമെന്ന് എനിക്കറിയാം. ഇരിക്കുന്നവരിന് എഴുന്നേക്കണമെന്നില്ല. ആർക്കെങ്കിലും വിശപ്പുണ്ടെങ്കിൽ യാ അല്ലാഹ് കൂടിക്കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞത്, പാപം ചെയ്ത ആളുകൾ മുത്തുനബിൻ്റെ ഹളറത്തിലേക്ക് ഓടി വന്ന് പാപമോചനം തേടുകയാണ്. മുത്തുനബി അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇതിനേക്കാൾ ഒരു വലിയ ആശ്വാസം നമുക്ക് എന്താണുള്ളത്? അങ്ങനെ റെക്കമെൻഡ് ചെയ്താൽ അവൻ്റെ മുഴുവൻ പാപവും പുറത്തു കൊടുത്ത് അവന് പരലോകത്ത് കാരുണ്യം നൽകുമെന്ന് പറഞ്ഞതാരാണ്? ജഗന്നിയന്താവായ അല്ലാഹുവാണ്. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അവൻ്റെ കോടാനകോടി പാവങ്ങളുണ്ടെങ്കിലും അത് പുറത്തു കൊടുത്ത് അവനെ വിശുദ്ധനാക്കിയെടുക്കാൻ അല്ലാഹു ഇത് വസീലയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ ആത്യന്തികമാകുന്ന മുഴുവൻ വിജയങ്ങൾക്കും അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് വസീലയാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് വബ്തഗൂ ഇലൈഹിൽ വസീല. ഖുർആൻ പറഞ്ഞു, ഏറ്റവും വലിയ ഈ വസീല നിങ്ങളെപ്പോഴും ബന്ധപ്പെട്ട് കൊള്ളണേ. മുത്തുനബിയെ മറന്നുകൊണ്ടുള്ളൊരു നിമിഷം നമുക്ക് വരാൻ പാടില്ല. മുത്തുനബിയെ വിട്ടു നിൽക്കുന്നൊരു നിമിഷം നമുക്ക് വരാൻ പാടില്ല. വബ്തഗൂ ഇലൈഹിൽ വസീല. പടച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് കിട്ടണമെങ്കിലും ഹബീബായ മുത്തുനബിയെ ഇടനിർത്തി ചോദിച്ചോ. അവര് സയ്യിദാണല്ലോ, അന സയ്യിദു ഉൽദി ആദമാണല്ലോ, അവര് റഹ്മത്തുൽ ലിൽ ആലമീനാണല്ലോ, അവര് മുഴുവനും നമുക്ക് വേണ്ടി അയക്കപ്പെട്ടവരാണല്ലോ. ആ കാരുണ്യത്തിൻ്റെ കടലിൻ്റെ കാരുണ്യം മുഴുവൻ അല്ലാഹു നമുക്ക് ചൊരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ കൽബുകൾ അല്ലാഹു നിറച്ചു തരുമാറാകട്ടെ. നമുക്ക് ഉമ്മയുണ്ട്, നമുക്ക് വാപ്പയുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് വലിയ മഹാന്മാരായ ഗുരുക്കന്മാരുണ്ട്, നമുക്ക് വലിയ നേതൃത്വങ്ങളുണ്ട്, നമുക്ക് സഹോദരങ്ങളുണ്ട്, നമുക്ക് ശിഷ്യന്മാരുണ്ട്, നമ്മളെ മഹബത്ത് വെക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കാരുണ്യത്തിൻ്റെ കടലായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.